വയനാട് പാടിവയലിൽ നടു റോഡിൽ കാട്ടാന ഇറങ്ങി വന്നു. തലനാരിഴയ്ക്ക് സ്കൂട്ടർ യാത്രക്കാർ രക്ഷപ്പെട്ടുവെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാനയുടെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പുതിയപാടി ആ വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് ആനേനെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നിർത്താനും തിരിച്ചു പോകാനുള്ള ഒന്നൊരു സ്ഥലമല്ലാണ്ട് അത്രയും അടുത്തെത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാമെന്നുള്ള ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. എങ്ങനെയോ ദൈവം സഹായിച്ച് രക്ഷപ്പെട്ട്. ശരിക്കും അതിലൂടെ ആ ഒരു 7 മണി സമയത്തൊന്നും നമ്മൾ ആനേനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. സാധാരണ നമ്മൾ എപ്പോഴും പോകുന്ന റൂട്ടാണ്. ആനകൾ എപ്പോഴും ഉണ്ടാവും എന്ന് പറയലുണ്ട്. പക്ഷെ അത്രയും നേരത്തെ അവിടെ 7 മണിക്കൊന്നും ആന വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല. ഭാഗ്യം. എന്തായാലും ആനയുടെ അടുത്തുകൂടെ തന്നെ കാറ് പാഞ്ഞു പോയത്. ആന ഒന്ന് നോക്കിയെന്ന് തോന്നുന്നു. കാറിൻ്റെ മോഡൽ ഏതാണെന്ന് നോക്കിയതാവും. സമീർ സി മുഹമ്മദ് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സമീർ, എന്തായാലും ഇത് വലിയൊരു ഭാഗ്യമായി ഒന്നും സംഭവിക്കാം. പ്രത്യേകിച്ച് ഒരു വനിതാരത്നം ഓടിച്ച വണ്ടിയാണല്ലോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ വലിയ ഭാഗ്യമായി അപകടം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസം രാത്രി 7:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പാടിവയലിലാണ് ഈ കാട്ടാന ഇറങ്ങി റോഡിലേക്ക് എത്തുകയും അതിന് തൊട്ടരികിലൂടെയാണ് ഈ സ്കൂട്ടർ യാത്രക്കാരിയായിട്ടുള്ള ഈ പെൺകുട്ടി അവിടേക്ക് പോകുന്നത്. വിംസ് ആശുപത്രിയിലെ പഴയ വിംസ് ആശുപത്രി, ഇപ്പോഴത്തെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് ഈ പെൺകുട്ടി നൈറ്റ് ഷിഫ്റ്റാണ്. ആ വേളയിലാണ് അവർ ജോലിക്ക് പോകുന്നത്. ആ വേളയിലാണ് ആനയുടെ തൊട്ടരികിലേക്ക് എത്തുകയും അവർ ഭയന്ന് മറുദിശയിലേക്ക് പോവുകയും ചെയ്യുന്നത്. പിന്നീട് അവർക്ക് കൈകാലുകളൊക്കെ തളർന്ന് അവർ വലിയ രീതിയിൽ അസ്വസ്ഥരാകുന്നു. പിന്നീട് നാട്ടുകാരൊക്കെ കൂടി അവരെ ആശ്വസിപ്പിച്ചാണ് അവിടുന്ന് യാത്രയാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ അവർ സമീപത്തുള്ളവരോട് പറഞ്ഞപ്പോഴാണ് അവിടെയുള്ള CCTV പരിശോധിച്ചത്. ആ CCTVയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അവിടെയുള്ള നാസർ എന്ന വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിന്റെ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് CCTV ഉണ്ട്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ ഒരു ഭീതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്തായാലും പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. വടുവഞ്ചാൽ ഊട്ടി റോഡിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് വലിയൊരു ആശങ്കയാണ്. ഇങ്ങനെ സന്ധ്യ മയങ്ങുന്നതോട് കൂടെ കാട്ടാനൊക്കെ ഇറങ്ങുന്നു. വലിയൊരു ഭീതിയിലാണ്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസം തന്നെയാണ് SK സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, സമീർ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.